അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയ അമേരിക്കൻ നടപടിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. सदन में ये तरीका आपका उचित नहीं है. मैं आपको आग्रह करता हूं, प्रश्नकाल महत्वपूर्ण समय होता है. आपके सारे विषय गंभीर और संज्ञान में सरकार ने लिए हैं और क्योंकि विदेश नीति का मामला है, दूसरे देश का विषय है, उनकी अपनी पॉलिसी नीतियां होती है. भारत सरकार इस पर गंभीर है. मैं आपसे आग्रह करता हूं कि आप सदन को चलने दें, व्यवधान पैदा नहीं करने दें. हर रोज प्रश्नकाल में गतिरोध उत्पन्न कर आप भारत के मतदाताओं का अपमान कर रहे हैं. ये उचित नहीं है. मैं पुनः आग्रह करता हूं, आप सदन चलना चाहते हैं, प्रश्नकाल चलाना चाहते हैं, नहीं चलाना चाहते, प्रश्नकाल नहीं चलाना चाहते, सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. 2 മണിക്ക് രാജ്യസഭയിലും 3 മണിക്ക് ലോക്സഭയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 4-ന് രാജ്യസഭയിൽ മറുപടി നൽകുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിൽ തന്നെയാണ്. കാരണം ഈ അമേരിക്കൻ പ്രത്യേക വിമാനത്തിൽ, അവരുടെ യുദ്ധ വിമാനത്തിൽ ഇന്നലെ അമൃത്സറിൽ ഇറങ്ങിയ ഇന്ത്യക്കാർ അവരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അവർ പലരും ഇന്നൊക്കെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ വരുന്നു, ആ ദൃശ്യങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി ഇക്കാര്യത്തിലുള്ള ആഗോള തലത്തിലുള്ള UN ഒക്കെ ചട്ടങ്ങളാകെ ലംഘിച്ച് അമേരിക്ക നടത്തിയ ഈ നീക്കത്തെ എങ്ങനെയായിരിക്കും കേന്ദ്രം ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഇതിന് മുന്നോടിയായി ജയ്ശങ്കർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ബൽറാം? വിജയകുമാർ, ഈ അമേരിക്കയുടെ നടപടി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മടങ്ങിയെത്തിയവർ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളോടും കുടുംബാംഗങ്ങളോടും വിശദീകരിച്ചിരുന്നു. കാൽച്ചങ്ങലകൾ കൈച്ചങ്ങലകളും അണിയിച്ചുകൊണ്ട് ഇവരെ 40-ലേറെ മണിക്കൂർ ഭക്ഷണമോ അല്ലെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം നൽകാതെയാണ് കൊണ്ടുവന്നത്. ഇവരെ ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഇന്ത്യയുമായുള്ള ബന്ധം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം ഉൾപ്പെടെ ഉന്നയിക്കുകയും കൂടാതെ ഈ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ ഇന്ത്യക്ക് വിമാനങ്ങൾ ഇല്ലായിരുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇവരുടെ ആത്മാഭിമാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണ് ഉണ്ടായത് എന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം എന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇന്ന് രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയാൻ ഇരിക്കെ പ്രതിപക്ഷം ഈ വിഷയം രാവിലെ മുതൽ തന്നെ ഉന്നയിക്കുകയും രാജ്യസഭയിലും ലോക്സഭയിലും നിമിഷങ്ങൾ കൊണ്ട് തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. 12 മണിക്ക് വീണ്ടും സമ്മേളിപ്പിച്ചപ്പോഴും ഈ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിലാണ് ചെയർമാൻ ഈ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി വിശദീകരണം നൽകും എന്ന് സഭാംഗങ്ങളെ അറിയിച്ചത്. എന്നാൽ ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇത് സ്വമേധയാ സർക്കാർ എടുത്ത തീരുമാനമല്ലല്ലോ, പ്രതിഷേധത്തെ തുടർന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ചല്ലേ എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ ജയശങ്കർ തന്നെ എഴുന്നേറ്റ് നിന്ന് താൻ തന്നെയാണ് ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചെയറിനെ അറിയിച്ചത് എന്ന് വ്യക്തമാക്കി. തുടർന്നാണ് 2 മണിക്ക് രാജ്യസഭയിൽ വിശദീകരണം നൽകുന്നത്. 3 മണിക്ക് ലോക്സഭയിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകും. ഈ വിഷയത്തിൽ ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്നത് വരെയും ഔദ്യോഗികമായി പ്രതികരിക്കാൻ US-ഓ ഇന്ത്യയോ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു ഗൗരവതരമായ സാഹചര്യമാണ്. അതിനുശേഷം പിന്നീട് പ്രചരിച്ച ചിത്രങ്ങൾ സംബന്ധിച്ച് ഇത് യഥാർത്ഥ ചിത്രങ്ങളല്ല എന്ന് PIB വിശദീകരിച്ചു എങ്കിൽ പോലും മടങ്ങിയെത്തിയവർ തങ്ങളുടെ അനുഭവം തന്നെ പങ്കുവച്ചതാണ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള ഈ അനധികൃത കുടിയേറ്റക്കാരെ കൂടി തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാരിന്റെ ഈ പ്രസ്താവന ഏറെ നിർണായകമാകും. വിജയകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. അതിനിടെയാണ്
ഈ ദൃശ്യങ്ങൾ, ഈ വിവരങ്ങൾ ഒക്കെ പുറത്തു വരികയും പ്രതിപക്ഷം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ഏതാണ്ട് ചോദ്യമുനയിൽ നിർത്തുകയും ചെയ്യുന്നത്. എന്താണ് 2 മണിക്ക് കേന്ദ്ര വിദേശകാര്യമന്ത്രിയും രാജ്യസഭയിലും പിന്നീട് ലോക്സഭയിലും പറയാനിരിക്കുന്നത് എന്നത് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.